ഗൈസ്, വെൽക്കം ടു അഞ്ജൂസ് വേൾഡ്. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ആക്ച്വലി ഇന്ന് നമ്മൾ എന്താ പറയണ്ടേ, ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലൈക്ക് അങ്ങനെ നമ്മൾ അധികം വലുതായിട്ടൊന്നും കാണിക്കുന്നില്ല, എന്നാലും നിങ്ങൾക്ക് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കും. തലശ്ശേരി ബിരിയാണി ഗൈസ്, തലശ്ശേരി ബിരിയാണി. എനിക്ക് ആക്ച്വലി ഞാനല്ല ഷെഫ്, മെയിൻ ഷെഫ് വേറെ ഉണ്ട്. സോ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല ഗൈസ്. ദെൻ നെക്സ്റ്റ്, അപ്പം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. ഫ്രണ്ട്സ് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് പരിപാടീസ് ഒക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അപ്പം നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഇതാ ബിരിയാണി ഉണ്ടാക്കുന്ന സെറ്റപ്പാണ്. നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കൂട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമുക്ക് ഇന്ന് ഒരു പ്ലാനും ഇല്ലായിരുന്നു. അപ്പം ഇത് സഡൻ പ്ലാൻ ആണ്. നിങ്ങൾക്ക് അറിയാലോ, എൻ്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും സഡൻ ആയിട്ട് നടക്കുന്നതുകൊണ്ട് ഇതും സഡൻ ആയിട്ട് തന്നെ. അപ്പൊ ചുമ്മാ ഓഫീസിലിരുന്നപ്പോ ഒരു ഐഡിയ, ബിരിയാണി കഴിക്കാൻ തോന്നി. സോ വിളിച്ചു എന്റെ ഫ്രണ്ട്സിനെ. എന്ത് പറഞ്ഞാലും നോ എന്ന് പറയാത്ത എന്റെ ഫ്രണ്ട്സ് ഇവിടെയും മെസ്സ് പറഞ്ഞു. സോ നമ്മളിപ്പോ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് അടുത്ത പരിപാടി കാണാം. അടുത്ത എന്താന്നുള്ള സർപ്രൈസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, അരച്ചു വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളകിന്റെ പേസ്റ്റ് ആണ് ചേർത്തേക്കുന്നത്. ഓക്കെ, സോ അത് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്തു. ഇനി നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊരു പാകമായിട്ട് വരും. അതുവരെ നമുക്ക് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കാം. എന്റെ കണ്ണൊക്കെ നീറുന്നുണ്ട്. സ്ലിമിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് ഒന്ന് ആവണം. അതിനിടയിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ഞങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനാണ് താല്പര്യം. ഓക്കെ, അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹൂ നോസ് മീ ബെറ്റർ എന്നൊരു ഗെയിമാണ്. ആക്ച്വലി ഇതൊരു ഫൺ ഗെയിമാണ്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അനീഷ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോറി, ഞാൻ ചെയ്യാൻ മറന്നുപോയി. ഇത് അനീഷ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതുപോലെ ഇത് പ്രിയ എൻ്റെ ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇത് അഞ്ജു. സോ അപ്പൊ ഇവർക്കൊക്കെ എന്നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയുമെന്ന് എനിക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. അപ്പൊ അതിന് മുന്നേ ഞാൻ ഒരാളിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഇവിടെ ക്യാമറയ്ക്ക് പിന്നിൽ 2 പേര് നിൽപ്പുണ്ട്. സോ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള 2 പേര്, വിമൽ ആൻഡ് റോഷി. സോ അവർക്ക് ക്യാമറ ഫിയർ ആയത് കാരണം ഞാൻ അവരെ വിളിക്കുന്നില്ല കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മൾ വിമലിനെയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ആക്ച്വലി അവന് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. സോ ക്യാമറ ഫിയർ, ഇൻട്രോവേർട്ട് ആണ്, കുറച്ച് കുഴപ്പമില്ല. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെയും കൂടെ ഗെയിമിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ ഗെയിമിന്റെ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. ഫസ്റ്റ് അനീഷിന്റെ അടുത്ത് ചോദിക്കാം, അതിനുശേഷം പ്രിയയുടെ അടുത്ത് ചോദിക്കും, പിന്നെ അഞ്ജുയുടെ അടുത്ത് ചോദിച്ചിട്ട് പിന്നെ ഞാൻ വിമലിന്റെ അടുത്തോട്ട് വരും. സോ എല്ലാവർക്കും ആൻസർ പറയാനുള്ള ഇതുണ്ട്, ടൈം ഉണ്ട്. സോ അതിനുശേഷം മാത്രമേ ഞാൻ കറക്റ്റ് ആൻസർ പറയത്തുള്ളൂ. സോ അതുപോലെ തന്നെ നമ്മൾ ഒരു ചീറ്റിങ്ങും ഇല്ല കേട്ടോ. എനിക്കിവിടെ അങ്ങനെ ഞാൻ ആരെയും ചീറ്റ് ചെയ്യത്തില്ല കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഗെയിം തുടങ്ങാം. അപ്പൊ ഗൈസ്, ഇതില് ഞാൻ ഇവരുടെ അടുത്ത് ആക്ച്വലി പറഞ്ഞിട്ടില്ല. നമ്മൾ ഇതിലെ ഒരു വിന്നറിന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. സോ ആരാണ് ഗിഫ്റ്റിന്റെ, യെസ് തരും ഞാൻ. അപ്പൊ ആരാണ് ഈ ഗിഫ്റ്റിന്റെ, ആരാണ് വിന്നർ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് സീരിയസ്ലി ഞാൻ. കാരണം എന്നെ കുറിച്ച് ഇവർക്കൊക്കെ എന്തൊക്കെ അറിയാന്നുള്ളത് എനിക്ക് അറിയാൻ ഭയങ്കര ക്യൂരിയസ് ആണ്. സോ അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ആരും നോക്കാൻ പാടില്ല കേട്ടോ. നോക്കുന്നില്ല, എനിക്ക് നേരത്തെ നോക്കായിരുന്നു. ശരി ഗൈസ്, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് മൈ ഡ്രീം ഡെസ്റ്റിനേഷൻ? ഇംഗ്ലീഷ് നിനക്ക് വേണ്ടിയിട്ട് ഏതാണ് എന്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ? പറ. ക്ലൂ ഇന്ത്യക്ക് പുറത്താണ്, ഇന്ത്യ അല്ല. ഇന്ത്യ ഇഷ്ടമാണ്, പക്ഷെ ഇന്ത്യയുടെ പുറത്തുള്ള ഒരു സ്ഥലമാണ്. ഒരു ബ്ലൂ ഒക്കെ ആയിട്ട് കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്, അതാണ് ക്ലൂ. ഫസ്റ്റ് അനീഷ് ഏതെങ്കിലും എവിടെങ്കിലും ഒക്കെ പറഞ്ഞോ. അതൊന്നും പറയത്തില്ല. ഓപ്ഷൻ ഇത് കോടീശ്വരനല്ല. ഓക്കെ, നെക്സ്റ്റ് യു. ലക്ഷദ്വീപ്. അല്ല, മാലദ്വീപ്. ഏതാ? മാലദ്വീപ്. അല്ല, അവനറിയോ? നീ എന്തൊന്നും പറഞ്ഞില്ലല്ലോ. മാലദ്വീപ്. ഞാൻ ഫിക്സ്. അപ്പൊ അനീഷ് ആൻസർ പറ.
ഡിസ്കസ് ചെയ്ത ഇത് എക്സൽസി എക്സാം അല്ല. ഓക്കെ, ആ ഇത് പറ ആൻസർ. ഡിസ്കസ് ചെയ്യാൻ പാടില്ലല്ലേ? ഡിസ്കഷൻ, നോ ഡിസ്കഷൻ. ഡിസ്കഷൻ ചെയ്ത് കഴിഞ്ഞാല് ഞാന് ഗിഫ്റ്റ് ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. ഓക്കേ. ആ പറ. നെക്സ്റ്റ് പ്രിയ ടേൺ. ലക്ഷദ്വീപ്. ഓക്കെ, പ്രിയ ആൻസർ. ഞാൻ മാലീവ്സ്. മാൽദീവ്സ്. ആൻഡ് വിമൽ ആൻസ്. സോ അപ്പം ആൻസർ മാൽദീവ്സ് ആണ്. സോ അപ്പം അഞ്ജുനും മൊട്ടയ്ക്കും വിമലിനും അതുപോലെ അനീഷിനും ഒരു പോയിന്റ്. പ്രിയ ലക്ഷദ്വീപ് അല്ല, ലക്ഷദ്വീപ് നമുക്ക് പോവാട്ടോ നെക്സ്റ്റ് ടൈം. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റോഷി പോയിന്റ് നോട്ട് ചെയ്തു കേട്ടോ. പോയിന്റ് നോട്ട് കറക്റ്റ്. വിച്ച് ഈസ് മൈ ഫേവറേറ്റ് ഫുഡ്? ഓഡിയൻസ് ആയിട്ട് ഇരുന്നാ മതി, ആൻസർ പറഞ്ഞു കൊടുക്കുക. എന്താ ബിരിയാണി? ഫസ്റ്റ് അനീഷ്. നമ്മളെ കൈ നോക്കി അവൾ പറഞ്ഞു, അവളെ ഇഷ്ടപ്പെട്ട ഫുഡ് പറഞ്ഞേ. പരോട്ട ആൻഡ് ബീഫ്. No, ഞാൻ ബീഫ് കഴിക്കത്തില്ല ഗൈസ്. ബീഫ് കഴിക്കത്തില്ല, വേറെ മാറ്റി പറ. वो जो पराठे के साथ चिकन के साथ കിഴി പൊറോട്ട. പ്രിയയുടെ ആൻസർ നിന്റെ ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി. ആൻഡ് യു? സദ്യ. ആൻഡ് യു? ക്ലൂ. ക്ലൂവോ? ആ. ഇവർക്ക് ഞാൻ ക്ലൂ കൊടുത്തിട്ടില്ല, സോ ഐ കാണ്ട് ഗിവ്. ഏതെങ്കിലും ഒന്ന് പറയണേ. ചിക്കൻ ബിരിയാണി പറഞ്ഞ വെക്കാനോ? മുട്ട ഏത് പറയുന്നത് ഞാൻ അതിലേക്ക് മാറും ഇപ്പൊ. ബിരിയാണി. ആൻസർ സദ്യയാണ്. എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ്. സോ അഞ്ജുന് സെക്കൻഡ് പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് മാർക്ക് കുറഞ്ഞൂടെ? കണ്ടോ? ഇത് ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ ഞാൻ കണ്ടിട്ടില്ല. ये चीटिंग है. तुमको ऑलरेडी पता है सब कुछ. Next. Who is my favorite actor in Malayalam industry? അവിടെ ചോദിച്ചു. ഓക്കെ, അപ്പൊ അഞ്ജു. ഇല്ലല്ലോ, first അനീഷ്. ഇപ്പൊ ഉത്തരം പറഞ്ഞ I don't know Malayalam correct actors को. White color के boy. White color का boy है. Actor. അവിടെ എല്ലാരും എടുത്തിട്ടില്ല. അതെ, ഒരു Clue, ക്ലൂ വേണം. അവിടെ എല്ലാരും എടുത്തിട്ടില്ല. ക്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ന്യൂജൻ ആണോ? ന്യൂജൻ ആണ്. Of course ന്യൂജൻ. ദുൽഖർ സൽമാൻ. Okay. And you? എവിടെ തുറന്നു? പ്രിയ. ഓയോ കൊച്ചിടാ. मुझे पता भी नहीं है. എടീ ഇപ്പൊ റീസെന്റ് ആയിട്ട് സിനിമ അഭിനയിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കരുത്. ഈ ക്ലൂ എനിക്ക് വേണം. ഇവിടെ ആൻസർ പറഞ്ഞു, ഇനി ക്ലൂ ഇല്ല. ദേവൻ പറഞ്ഞു തുടങ്ങുന്നു. പറ. എടാ അവനും പറയാനോ, എന്റെ പോയിന്റാ പോകുന്നേ. നീ പറ. സൽമാൻ ഖാൻ. ഞാൻ എനിക്ക് പറഞ്ഞുതരാം. ന്യൂജല്ല. ആസിഫ് അലി, ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ, ഉണ്ണി മുഹമ്മദ്. ദുൽഖർ സൽമാൻ ചേച്ചി പറഞ്ഞു. Same answer. പ്രിയ ആൻഡ് അഞ്ജു ദുൽഖർ സൽമാൻ. ആൻഡ് യു പറ. ആസിഫ് അലി, ഫഹദ് ഫാസിൽ, ഉണ്ണി മുഹമ്മദ്, പിന്നെ ബേസിൽ ജോസഫ്, പിന്നെ ദുൽഖർ സൽമാൻ. വേറെ ഒരാളെ നീ വിട്ടുപോയി. പൃഥ്വിരാജാണോ? ടോവിനാണോ? പറ. ടോവിനോ. ആൻസർ പറ. ടോവിനോ. ഞാൻ ടോവിനോ പറഞ്ഞു. നീയോ? ടോവിനോ. ഫഹദ്. ഫഹദ് ഫാസിൽ. അപ്പം എന്റെ ഫേവറേറ്റ് ആക്ടർ ടോവിനോ. ഐ വാണ്ടഡ് ടു ടെൽ രണ്ട് അപ്പം ഇവർ രണ്ടും സെയിം ആട്ടോ. 2 പോയിന്റ്. അയ്യോ പാവം, എനിക്ക് പോയിന്റ് ഇല്ല. ये वाला पूछो, लेग में कितना निकले. Next. Which is my favorite movie in Malayalam? തേന കിടക്കും. New old. Clue. ടോവിനോടെയാ. ഞാൻ പറയട്ടെ. മായാന്ന്. അവൾ മായാന്ന് പറഞ്ഞു. നീയോ? ഞാൻ ലൂക്ക പറഞ്ഞു. നീയോ? ഓക്കെ കേട്ടു. പറ. മൊട്ട. നീ? Luca. ലൂക്ക. നീ? ലൂക്ക. നീ? ലുക്ക. പോയി. എന്നെ 3 പേര്.
ആളെ ഇറക്കി കളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിന് നിങ്ങൾ എല്ലാരും ആൻസർ പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് നോക്കാം. ഇന്നലെ ഒരാളെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു ചോദിച്ചിട്ട്. Which is my favorite color? പിങ്ക്. പറ. ഫേവറേറ്റ് കളർ ആണോ? Favorite color. ഫസ്റ്റ് ആര് പറയുന്നത്? അഞ്ജു ആണോ അനീഷ് ആണോ? അഞ്ചു വേണം. അഞ്ജു. ഒരു 4 ഓപ്ഷൻസ് ഇല്ല. ഞാൻ ചൂസ് ചെയ്തോ. പിന്നെ മഴവില്ല്. ഞാൻ പറഞ്ഞ പിങ്ക്. മഴവില്ലേ? അതിൽ പിങ്കില്ലേ? പിങ്കില്ല. മഴവില്ലേ ഉണ്ടാ? അത് പറയില്ല. അങ്ങനെ ഇത് പറ. ആൻസർ അല്ല, ഐ മീൻ ഇത് പറഞ്ഞു. ഇനി നീ അത് പറ. ബ്ലാക്ക് കളർ. ഓ വാവ്. Which is your option? പറ. ഓക്കെ, ഞാനും പിങ്ക് പറഞ്ഞു. ഇന്നലെ അതൊക്കെ പറഞ്ഞു കേട്ടോ. നീയോ? നീയും പിങ്ക് ഓൺലി. ആൻഡ് യു? ഞാൻ pink ഉണ്ട്. അപ്പൊ പിങ്ക് കറക്റ്റ് ആൻസർ ആണ് guys. അങ്ങനെ ചേഞ്ച് ചെയ്തുകൂടായിരുന്നു അതിന്. ഇല്ലില്ല, ഞാൻ ആൻസർ മാറ്റിയിട്ടില്ല. അപ്പം അങ്ങനെ നമ്മളെ എല്ലാവർക്കും ഒരു പോയിന്റ് വീതം കിട്ടി. പ്രിയക്ക് ഞാൻ 4. 4 ആയി. യെസ്. ഇതോ 3 and you 2. Okay, and you 1. Okay. ആൽറെഡി സെക്കൻഡ് ഇരിക്കുന്നതൊക്കെ കാപ്പും കിട്ടോ? കാപ്പ് മതി. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗൈസ്. വിച്ച് ഇസ് മൈ ഫേവറേറ്റ് റെസ്റ്റോറന്റ് ഇൻ ബാംഗ്ലൂർ? ബാംഗ്ലൂരിലെയാണ് കേട്ടോ. रिसेंट और ओल्ड? Present. वो बड़ा वाला खाया था ना, वो क्या था? കാർത്തേക്ക് ഒത്തുന്നില്ല. ഓൾറെഡി बोलो. നോ नाम നോ नहीं നോ पता मेरे को. നോ ചിച്ചി. मेरे को नेम नहीं पता. Okay, not sure. Ask me. answer. No? Ask me. റീസെന്റ് वो जो बड़ा वाला आम करके खाया था, इतना बड़ा सा. അത് ഏതാന്നറിയാമോ? അത് തന്നെയാണോ? എന്താ? No. അതല്ല. वो वाला रेस्टोरेंट नहीं है तो छोड़ो. നമ്മള് അതിന്റെ പേര് എനിക്ക് മറന്നു കിട്ടി. സോറി, എനിക്ക് ആൻസർ എനിക്ക് റെസ്റ്റോറന്റ് പേര് അറിയില്ല. ഞാൻ പറയട്ടെ? തലശ്ശേരി. എനിക്ക് വേറൊന്നും അറിയില്ല. ഞാൻ ഏത് റെസ്റ്റോറന്റ് പറയും? അപ്പം നിങ്ങൾക്ക് ഇത് അറിയാൻ സാധ്യതയില്ല. ഞാൻ ആ മുട്ട പറയും. സോറി, വിമൽ പറയും. ജോസേട്ടൻ സംതിങ്. ഞാൻ ജോസഫ്. ഞാൻ ജോസഫ്. ഞാൻ ജോസഫ്. അമ്മ ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ല കേട്ടാ. जो सेटल्ड അതന്നെ ജോസഫ്. ജോസേട്ടനൊന്നും ഇല്ല, കറക്റ്റ് പേര് പറയണം. जो सेटल्ड എന്ത്? ജോസേട്ടനാ हां वही सेम ജോസേട്ടൻസ് ചായക്കട. എന്തോ പറഞ്ഞ മെസ്സാണ്. ഐ മീൻ ജോസേട്ടൻ ജോൺ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ്. ജോൺസൺ ബേബി ഓർഡർ. जॉन മെസ്സ് ജോൺസ് മെസ്. എടേ തലശ്ശേരിയും ഒന്നും അറിയില്ല എന്ന് പറഞ്ഞൊരു ടീംസ് ജോൺസ് മെസ്. ഇല്ല, ഇത് ഓൾറെഡി जॉन स्मिथ. അതന്നെ ജോൺ സ്മിത്ത്. നീ പറഞ്ഞൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് ആൻസർ പറഞ്ഞത്. ये आंसर था प्लीज. ഉത്തരം പറ. ജോമിസ്. ജോമസ് എന്നല്ല അവൻ പറഞ്ഞേട്ടാ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യന് ഞാന് മാർക്ക് കൊടുക്കുന്നത് മുട്ടയ്ക്കാണ്. ഓക്കെ, സോ ബിക്കോസ് അവൻ അത് പറഞ്ഞു, അത് കേട്ടിട്ടാണ് നിങ്ങൾ എല്ലാരും वो तो പറഞ്ഞത്. സോ ज्योति मेड करके बोला. then हम लोगों ने बोला जो എന്നോട് ഇടയ്ക്കിടയ്ക്ക് പോയി ഭക്ഷണം കഴിക്കുന്ന കേസ് പറയാറുണ്ട്. ഹൂ നോസ് മീ ബെറ്റർ ആണ്. Who knows me better ആണ്. I know you are really Okay guys, next question. How many siblings I have? 1 1 one. And you? 1 one correct. അപ്പൊ അത് അഞ്ചായി. point. എനിക്ക് അഞ്ചായേ. 4 അഞ്ച് 5 4 4 1 okay. 2 ബൈ എനിക്ക് പറയാ. ജോസേട്ടൻ മെസ്സിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഫുഡ്, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഫുഡ് ഉണ്ട്. Which food I don't like to eat. I don't like to eat. ചോറ് കുടിച്ചോ. Clue അരി something. ചോറ്. അനി അരി കൊണ്ട് ഉണ്ടാക്കുന്നതാ. ബിരിയാണി. അല്ല, ഒരുപാട് കുറെ സാധനം ഉണ്ടാക്കും. പുട്ട് മുട്ട പുട്ട്. നീ അരി ഉണ്ട. അരി ഉണ്ടാ. ഞാൻ പറയാം. ഇത് മതി. കഞ്ഞി. അരി കഞ്ഞി എനിക്ക് ഇഷ്ടമാണ്. ആണോ? അപ്പൊ മതി. കഞ്ഞി കറക്റ്റ്. What your answer? പുട്ട് ഞാനും പുട്ട്. ഇല്ല ഇല്ല, അവൻ കഞ്ഞി എനിക്കില്ല. ശരി, മാറ്റാൻ പറ്റില്ല. I know. പുട്ട് പറ. പുട്ട്. ഓക്കെ, എല്ലാം അവിടെ കേട്ടിട്ട് കോപ്പി അടിച്ച് പറയണം കേട്ടോ. സ്വന്തമായിട്ട് ഒന്നും പറയരുത്. അല്ല, കഞ്ഞി ഇഷ്ടമല്ല, ആരെയും ഇഷ്ടമുള്ള ചോറ് ചോറ് ചെടിക്കും. അതുകൊണ്ട് പിന്നെ അരിപ്പൊട്ടല്ലേ, അരിപ്പൊട്ടല്ലേ ഉള്ളൂ. അപ്പൊ പുട്ട്. Copy paste. അപ്പം ഇവരെല്ലാരും പുട്ടില് പറഞ്ഞിരിക്കുകയാണ് ഗൈസ്. ആക്ച്വലി എനിക്ക് പുട്ടിനോട് ഒരു വിരോധവും ഇല്ല. എനിക്ക് ദോശ ഇഷ്ടമില്ല.
ഗൈസ് എല്ലാരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞങ്ങൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ഗെയിമുമായിട്ട് വരുന്നതാണ് നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ഒരുപാട് ചിരിച്ചു, ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. ഭയങ്കര ഫണ്ണായിരുന്നു ആക്ച്വലി. അപ്പൊ അഞ്ചു പറ, എന്താ നിനക്ക് പറയാനുള്ളത്? എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക.